ഞാനപ്പം നല്ല അടുക്കളയിലെ ഓരോ പരിപാടിയിലോട്ട് അങ്ങോട്ട് കയറി കേട്ടോ. ഞാൻ ഓർത്തിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഓൺ വോയിസ് തന്നെ കൊടുക്കാം, അതാകുമ്പോൾ നമുക്ക് എഡിറ്റിങ്ങിന് കുറച്ച് സഹായമാവുമല്ലോ. എല്ലാവരും വിചാരം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പേര് ഇത് നമുക്ക് വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പണിയില്ലാത്തതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഇരിക്കല്ലേ, വീഡിയോ വെറുതെ ചെയ്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് എന്നൊക്കെയാണ് ഇത് പൊതുവെ ഇതിനെപ്പറ്റി അറിയാത്തവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്യുന്നതൊക്കെ എന്തോരം വലിയ പരിപാടികളാണ്. മീൻസ് വലിയ പരിപാടി എന്ന് വെച്ചാൽ എന്തോരം കഷ്ടപ്പാടുള്ള ജോലിയാണെന്നുള്ളത് ആക്ച്വലി ഇത് ചെയ്യുന്നവർക്കേ അറിയുന്നുണ്ടാവുള്ളൂ അല്ലേ. എനിക്ക് പൊതുവേ എന്താ പറയുക, വീഡിയോസ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ആക്കാനൊക്കെ അത്യാവശ്യം നല്ല ഇഷ്ടത്തിലുള്ള കൂട്ടത്തിലാണ്. നമ്മളിങ്ങനെ കുത്തിയിരിക്കണമല്ലോ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അതുപോലെ എഡിറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കാണെങ്കിലും എന്തോരം ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ ഓരോ എന്താ പറയുക ഷോട്ട് നോക്കി നോക്കി സെറ്റ് ചെയ്ത് ക്യാമറ അങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എന്തോരം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ വോയിസ് കൊടുക്കാൻ ഇരിക്കുമ്പോൾ അതും ഒരു വലിയ ടാസ്ക് ആണല്ലോ. അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഇന്ന് എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കുറച്ച് കിച്ചണിൽ നമ്മുടെ വീട് റിലേറ്റഡ് പ്രൊഡക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചു. സാധാരണ പ്രൊഡക്റ്റീവ് ആകുമ്പോഴത്തേക്കും നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം പ്രൊഡക്റ്റീവ് എന്നാകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പ്രൊഡക്റ്റീവ് ആയാലും ഇന്ന് ഞാൻ എൻ്റെ കിച്ചണും വീടും ഒക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. വീടും വൃത്തിയാക്കുന്ന മൊത്തത്തിൽ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും കിച്ചണൊക്കെ വൃത്തിയാക്കുന്നെങ്കിലും കിട്ടും. ബൈ ദ വേ, ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് ലഞ്ച് വരാമെന്നൊക്കെ പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഇന്ന് ലഞ്ചിന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാം. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നുമില്ല. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻകറിയോ അങ്ങനത്തെയൊക്കെ. കറിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മീൻകറി അങ്ങനത്തെ അതൊക്കെ. എനിക്കത്ര മീൻ കറി വെച്ച് കഴിക്കണ അത്ര ഇഷ്ടമല്ല. എനിക്ക് പൊതുവേ മറ്റേ മീൻ ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് മീൻ ഫ്രൈ ആക്കാനും കുറച്ച് കറി വയ്ക്കാനും കൂടെ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് കുറച്ച് പണി പാളിയിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മുടെ ഈ മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മളിപ്പം ഇറച്ചി ഒന്ന് നിർത്തി വെച്ചിരിക്കുക, മീൻ മാത്രമേ ഉള്ളൂ. അപ്പം ആദ്യം ഞാൻ വിചാരിച്ച് ഉപ്പേരി അങ്ങോട്ട് സെറ്റാക്കാൻ. ഞാൻ കുറച്ചൊക്കെ പണി ചെയ്ത് ഒതുക്കിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഉപ്പേരി നമ്മുടെ നാട്ടിൽ ഉപ്പേരിന്ന്, നമ്മളെ കൊല്ലം സൈഡിൽ ഉപ്പേരി എന്ന് പറയലില്ല. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് പാലക്കാടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അവിടെയൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടേക്കുന്നു ഉപ്പേരി എന്ന്. അപ്പോൾ അതിൽ നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഉപ്പേരി എന്ന് പറയുന്നത്. നമ്മൾ പയറ് വിഴുക്ക് വരട്ടുക എന്ന് പറയില്ലേ, അതന്നെ പയറ് വിഴുക്ക് വരട്ടുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ ആയിട്ടുള്ളൊരു രീതിക്ക് ഒരു വിഴുക്ക് വരട്ടിയും കാര്യങ്ങളും ഒക്കെയാണ്. ഞാൻ പൊതുവെ എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്നത്, ഈ പറയുന്ന വിഴുക്ക് വരട്ടി ആ സാധനം ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. ഞാൻ അല്ലാതെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് എനിക്ക് ആ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ ട്രൈ ഒക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് സംഭവം കൊള്ളാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് വറ്റൽമുളക് വേണം. അപ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ വളരെ കുറച്ചായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പില വേണം, ഉണ്ടോയെന്ന് നോക്കട്ടെ. സത്യത്തിൽ നമ്മൾ വീട്ടിലൊക്കെ ഈ കരിവേപ്പില ഇഷ്ടം പോലെ വെറുതെ കിടക്കുമ്പോൾ ഒരു വിലയുമില്ല. ഇവിടെ വന്നിട്ട് നമ്മളെ നാടൻ കരിവേപ്പില അല്ലല്ലോ കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, നാടനല്ലാത്ത കരിവേപ്പില. ഇനി വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഞാൻ അധികം ചേർക്കും, കാര്യം അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല രസം കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി അതിന് ശേഷം ഞാൻ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നു.
ഇനി ഇതൊന്ന് സെറ്റായിട്ട് വരട്ടെ. പൊതുവെ ഇത് നമ്മളെ എണ്ണയിൽ തന്നെ സെറ്റാക്കി എടുക്കൽ. നമ്മൾ പിന്നെ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ട് ഒരുപാട് ഓയിൽ യൂസ് ആക്കാണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഭാഗ്യത്തിന് എല്ലാം കൂടെ താഴെ പോയില്ല. ഇതെനിക്കിവിടെ പതിവായിട്ടുള്ള കാര്യമാണ്. ഈ അടുപ്പാണെങ്കിൽ ഒരു മതി മോഹൻലാലിൻ്റെ അടുപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സൈഡ് ചരിഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാത്രം വയ്ക്കുമ്പോഴത്തേക്കും ഈ സാധനം ഇങ്ങനെ എന്താ പറയുക തട്ടിപ്പോകും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ചിട്ട് മതി. ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേ. ഓക്കെ, ഇനി ഇതിവിടെ ഇത് വേവുന്ന സമയം കൂടെ നമുക്ക് മീൻകറിക്കുള്ള കാര്യങ്ങൾ നോക്കാം. മീൻ ഞാൻ ഓൾറെഡി കഴുകിയിട്ടേ ഈ ഉപ്പും നാരങ്ങയും കൂടെ ഒഴിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അതിൽ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്നും കൂടെ കഴുകി സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട്. കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേ ഞാൻ വീഡിയോ നോക്കിയപ്പോഴത്തേക്കും ഷാപ്പിലൊക്കെ വെക്കുന്ന പോലത്തെ മീനിൻ്റെ തലയാട്ടോ ഉള്ളത്. അപ്പം മീൻ ഷാപ്പിൽ വയ്ക്കും പോലെ നല്ല തലക്കറിയാണ് വെക്കാൻ പോകുന്നത്. പുളിയുള്ള തലക്കറി, തേങ്ങ അരച്ചതല്ല. നമ്മൾ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ പൊതുവെ തേങ്ങ അരച്ച തലക്കറിയാണ് ഞാൻ കണ്ടേക്കുന്നത്. ഇതങ്ങനെയല്ല, നല്ല പുളിയുള്ള തലക്കറി. അപ്പം നമുക്ക് മീൻ കറിയിലോട്ട് കടക്കാം. ചോറ് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കാം. ഞാനിങ്ങനെ ഫിഷ് ഫ്രൈ മസാല ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം അത് ഇടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റിൽ മീൻ കിട്ടും. ഞാൻ കുറച്ച് ഫിഷ് ഫ്രൈ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ റെഡിയാക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മിക്സാക്കി മാഗ്നേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. മീൻ്റെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഇരിക്കട്ടെ, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ വരുമെന്ന് പറഞ്ഞ ആളാ ചതിച്ച് പുറത്ത് പോവുക. അപ്പോൾ മീൻകറിയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉലുവ. സത്യത്തിൽ എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു കേട്ടോ നമ്മൾ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന്. എൻ്റെ ഒരു ഇതിൽ കടുവാണ് ഇട്ട് കൊടുക്കുന്നതെന്നായിരുന്നു കേട്ടോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. പച്ചമുളക്, മറ്റേ പറയില്ലേ കടുവറ. അപ്പോൾ കടുവറത്തോളി, കടുവില്ലാതെ ഉലുവ. ഓക്കെ, അപ്പം അത് നന്നായിട്ടൊന്ന് സെറ്റാവട്ടെ. ഇതാ ഉള്ളി ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചുള്ളിയും കുറച്ച് സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് പൂരിട്ട് കൊടുക്കാം. ഇനി അതവിടെ ഇരിക്കട്ടെ. കുറച്ച് നേരം കഴിഞ്ഞ് നന്നായിട്ട് ഇത് വെന്ത് വരണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഇതിനി നന്നായിട്ട് വെന്ത് സെറ്റായി വരണം. അതിനുശേഷം നമ്മൾ ബാക്കി മസാലാസൊക്കെ ചേർക്കുള്ളൂ. അപ്പം
ഇതിവിടെ ഇരിക്കട്ടെ. പോവാണോ? പോവാണോ? ടാറ്റാ ബൈ. അപ്പം അതെന്നെ പറ്റിച്ചിട്ട് പോവാണ്. ഇക്കൊന്ന് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയത്. കുഴപ്പമില്ല, നൈറ്റ് എടുക്കാം അല്ലേ? ബൈ. എപ്പോൾ വരും? സാധാരണ വന്ന ടൈമിൽ വരില്ലേ? അപ്പം ഞാൻ ഇനി ബാക്കിയുള്ളത് ചെയ്യണമല്ലോ. മൂവിങ് ടു ദ കിച്ചൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി എന്താ പറയണ്ടെന്ന് അറിയില്ല. അതാ ഞാൻ ഇങ്ങനെ പൊതുവേ എനിക്ക് മാത്രമാണെങ്കിൽ ഫുഡ് അങ്ങനെ ഉണ്ടാക്കത്തില്ല, എനിക്ക് ഭയങ്കര മടി. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്, എനിക്ക് അങ്ങനെ ചോറ് കഴിക്കണമെന്ന് ഭയങ്കര താല്പര്യമുള്ളൊരു കൂട്ടത്തിലല്ല. അതുകൊണ്ട് ഞാൻ പൊതുവെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ അതൊക്കെ തന്നെ കഴിക്കുന്നത്. അപ്പം നമ്മുടെ പയറുപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഉള്ളി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് മുളക് പൊടി, ഇച്ചിരി എരിയുള്ള മുളക് പൊടിയാണ് കേട്ടോ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ കുറച്ച് എരിയുണ്ട്. പിന്നെ പറയത്തില്ലേ, ചൊകചൊകായിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരിയും കൂടി ഇടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും പൊടീൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് തന്നെ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഇത്ര ഇടുമ്പോഴാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. എന്നിട്ട് ഞാൻ നേരത്തെ തന്നെ ഇതാ നമ്മുടെ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, എന്നാൽ പയറും കൂടി ഇട്ട് കൊടുക്കേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കൂ. ലേശം വെള്ളം കൂടെ. ഇങ്ങനെ പയർ വെന്ത് കുഴഞ്ഞു പോകരുത്, പയർ ഇങ്ങനെ അല്ലാണ്ട് കിടക്കണം. ആവശ്യത്തിന് വന്നിട്ട് അങ്ങനെ കിടക്കില്ലേ, അപ്പം അങ്ങനെ ആയിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ. ഉണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. നമ്മുടെ മീൻകറിക്കുള്ള ഇതും വെന്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേണ്ട മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം അതും അങ്ങ് പെട്ടെന്ന് സെറ്റ് ആവുമല്ലോ. അപ്പം ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുളക് പൊടി, ഇത് ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മളെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ചെയ്യലില്ല കേട്ടോ. അതായത് നമ്മൾ ഫിഷ് മസാല, അയ്യോ ഇതിലല്ല, ഫിഷ് മസാല കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പം ഫിഷ് മസാല നോക്കിയെടുക്കണം. ഇതൊക്കെ ഓരോ കുപ്പി ഇട്ട് വെച്ചത്, പക്ഷെ കുപ്പി ഇങ്ങനെ ഇങ്ങനെ തട്ടി തട്ടി കിടക്കൂലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ പാക്കറ്റിലാക്കിയിട്ട് ഒരു വലിയ ബോക്സിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ഫിഷ് മസാല തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞോട്ടം പോയപ്പം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഇവിടെ തോനെയും ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഫിഷ് മസാല, ചിക്കൻ മസാല പോലത്തെ സാധനങ്ങളാണ്. ചിക്കൻ ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മൾ ഒഴിവാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് പൊതുവേ ഫിഷ് തന്നെയായിരിക്കും. അപ്പം മസാല ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പം ഇനി ടെൻഷൻ വേണ്ടല്ലോ. ഇനി ആവശ്യത്തിനുള്ള ഫിഷ് മസാല കൂടി ഇട്ട് കൊടുക്കുക.
നമ്മുടെ കാശ്മീരി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും പ്രോസസ്സിന് ശേഷമാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അരച്ചു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ഇതിനകത്തോട്ട് അങ്ങോട്ട് ചേർക്കുക. ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് വെന്ത് വരണം. കുറച്ച് വെള്ളം കൂടെ വേണം. നമ്മുടെ പയറുപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുടംപുളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ ഒന്ന് കെറ്റിൽ തിളപ്പിച്ചെടുത്തിട്ട് അങ്ങനെ കേട്ടോ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫിഷ് അങ്ങോട്ട് ഫ്രൈ ചെയ്യാം. ഞാൻ എയർ ഫ്രയറിലാട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഞാൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വാങ്ങിയിട്ട് കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ. ഇത് വാങ്ങാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ പൊതുവേ ഇക്കാണെങ്കിൽ ആൾക്ക് നല്ല ഫ്രൈ ഒക്കെ ഇഷ്ടമുള്ള ആളാട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഹെൽത്ത് കൺസേൺ ആവാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാ. ഒരുപാട് ഓയിൽ നമ്മൾ യൂസ് ആക്കുമ്പോഴത്തേക്കും അറിയാമല്ലോ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ആണതാ ഈ ഒരു സാധനം വാങ്ങിച്ചത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയാറായിട്ടില്ല. ഫ്രൈ ആയി കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമ്മൾ കുറച്ചും കൂടെ യൂസ് ചെയ്ത് നമുക്കതിലൊരു എന്താ പറയുക, ഒരു ഉറപ്പ് വരുമ്പോഴാണല്ലോ നമ്മൾ പറയല്. അപ്പം എന്തായാലും ഞാനിതിൽ ഓയിലൊന്നും ഇതാക്കുന്നില്ല. ഓക്കെ, അപ്പം ഇതിവിടെ ഇരുന്ന് റെഡി ആവട്ടെ. തോരൻ എന്ന് ഉപ്പേരി പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എടുത്ത പാത്രങ്ങളെല്ലാം കഴുകി പെറുക്കി വെക്കാമല്ലോ. കുക്ക് ചെയ്യുന്നതിനെക്കാട്ടി വലിയൊരു പണിയാണ് ഈ കഴുകി പെറുക്കുക എന്ന് പറഞ്ഞാൽ. കഴുകുക, വൃത്തിയാക്കുക, കുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ടുള്ള പണിയാണ് ഒരു വലിയ പണിയായിട്ട് എനിക്ക് തോന്നാറുള്ളത്. പണ്ട് വീട്ടിലാണെങ്കിലും കുക്ക് ചെയ്യാനും ഇത് തരാറില്ല. പക്ഷെ അതിന് പകരം തരുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകി തുടച്ച് പറക്കി വെക്കാനാണ്. അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പണി. പക്ഷെ എന്ത് ചെയ്തല്ലേ പറ്റുള്ളൂ. പെട്ടെന്ന് ഇനി ഒരു മൂരിയറും കൂടെ വെക്കാം. നിന്ന് നല്ല സമയം പോയി. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പുറത്തോട്ട് പോകാനുണ്ട്. സോ പെട്ടെന്ന് സെറ്റാക്കാം. തൈര് കുറച്ച് കട്ടിയായതുകൊണ്ട് ഞാനൊന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. സമയത്ത് നടക്കൂലേ ആവോ. ഇപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ സമയം നോക്കുന്നത്. അപ്പോഴാണ് 1 മണിയായി എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുന്നത്. 2 മണിയാകുമ്പോൾ എൻ്റെ പരിപാടി എനിക്ക് തീർക്കണം. ഒരുപാട് തൈരുണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനും പറ്റത്തില്ല. പറഞ്ഞല്ലോ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടിട്ട്. ഒരു സൈഡ് മൊത്തം കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇനി പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ഒന്നിനും ഇവിടെയൊക്കെ വൃത്തിയാക്കണം. അതിനുള്ള സമയം ഇപ്പം ഇല്ല. അതുകൊണ്ട് നമുക്ക് മോരുകറി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. നമുക്ക് എല്ലാം കൂടെ ചെയ്യാനുള്ള ഒരു സമയമില്ല. മീൻകറി ആയതൊന്നും നോക്കണോ. മീൻകറി കുഴപ്പമില്ല, ആവുന്നുണ്ട്. ഞാൻ വെച്ചൊന്നും പറയല്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം മോരുകറിക്ക് വേണ്ട നോക്കാം. എൻ്റെ ഒരു സിമ്പിൾ മോരുകറിയാണ്. എപ്പം മോരുകറി ഉണ്ടാക്കിയാലും ഞാൻ കുറച്ച് തക്കാളി ഇടും അതിനകത്ത്. എന്നു വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മോരുകറിയാണ്. ഞാൻ എപ്പം മോരുകറി ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൽ കുറച്ച് തക്കാളി ഇടും. എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. എനിക്ക് ആ തക്കാളിയുടെ ഒരു പുളിപ്പൊക്കെ വന്നിട്ടേ ആ സെറ്റപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തക്കാളി ഇട്ട് കൊടുക്കണം. ഈ സമയമല്ലേ, ഇനി എല്ലാം ചെടപടേ അങ്ങോട്ട് നടക്കും. ഓയില്
കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്. ഇനി ഞാൻ വേറെ ഒന്നും എടുത്തില്ല, ഈ തക്കാളി അങ്ങോട്ട് ഇടുന്നേ. തക്കാളി ഇട്ട് കൊടുക്കുന്നു. ഉപ്പിട്ട് കൊടുക്കുന്നു. കരിയേപ്പില ആദ്യമേ ഇടേണ്ടതായിരുന്നു, പക്ഷേ ധൃതിയിൽ മറന്നുപോയി. അങ്ങനെ ഫൈനലി കരിയേപ്പില ഇട്ട് ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കും. ഓൾ സെറ്റ്. ഇനി ഇതൊന്ന് ജസ്റ്റ് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ആക്കുക. അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, തൈരും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ മോര് കറി റെഡി ആയിട്ടുണ്ട്. അതില്ലേ നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ആക്കാൻ വെച്ചത്, അത് സെറ്റായിട്ടുണ്ട്. തുറന്നു നോക്കാം. ഇഞ്ഞിടുക. ഇങ്ങനെയാണ് ആയേക്കുന്നത്. ചൂടാണ് കേട്ടോ, മീനിന് ചൂട് കാണത്തില്ല. ഇതെനിക്ക് എപ്പോഴും എനിക്കിത് മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ടിട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൽ ഒരു വശം സെറ്റായിട്ടുണ്ടാവും, ഒരു വശം അങ്ങോട്ട് നല്ലവണ്ണക്ക് സെറ്റായി വരത്തില്ല. എന്താണ് ഇത്, തിരിച്ചു മറിച്ച് വിടണമായിരുന്നു. എനിക്കറിയത്തില്ല ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്, പഠിച്ചു വരുന്നതേ ഉള്ളൂ. നമുക്കൊന്നും കൂടെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്താവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു 10-15 മിനിറ്റ് കൂടെ ഞാൻ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. വെന്തിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് അങ്ങോട്ട് മുരിഞ്ഞ് ക്രിസ്പി ആ ഒരു ഫോമിൽ കിട്ടിയില്ല. ഒരു ട്രയലാണ്, അടിച്ചു പോകുമെന്ന് എനിക്കറിയില്ല. ഇനി കരിഞ്ഞ് മൊത്തത്തിൽ ഫ്ലോപ്പ് ആവുമെന്ന് എനിക്കറിയത്തില്ല. മോര് കറിക്കുള്ളത് സെറ്റായിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തൈര് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, അപ്പോഴേ ഓഫ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. മോര് കറി സെറ്റായി. അങ്ങനെ നമ്മളെ ഉണുപ്പ് നല്ല കുറവുണ്ട്. സോ ഫൈനലി നമ്മളെ മോര് കറി ഇതാ ഇങ്ങനെ ഇരിക്കും. ഇവിടെ എല്ലാ സാധനവും കൂടെ കൂടി ഇരുന്നിട്ട് അങ്ങോട്ടും കയ്യിൽ തട്ടിക്കൊണ്ടിരിക്കുകയും ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി പറക്കണം. യെസ്, മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇനി മീൻകറി റെഡി ആയാൽ നോക്കാം. ഫൈനലി മീൻകറി റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ എയർ ഫ്രയറിൽ മീൻ ഫ്രൈ ആക്കിയല്ലോ, അപ്പം അതെങ്ങനെ ആയി എന്നൊന്ന് നോക്കാം. ഇപ്പം കുറച്ചും കൂടി ഇതായിട്ടുണ്ട്. ഓയിൽ ഞാൻ തീരെ അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ, അപ്പം അതുകൊണ്ടിട്ടായിരിക്കും ഇങ്ങനെയെന്ന് തോന്നുന്നു. ഇങ്ങനെയാണുള്ളത്. തീരെ ഞാൻ എണ്ണ അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ മെസ്സി ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി മെസ്സി ആക്കിയിട്ടേക്കാണ്. കവറുകളും അതും ഇതും ഒക്കെ എല്ലാം ഇതിൻ്റെ മണ്ടയിലുണ്ട്. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഇതൊക്കെ മരുന്നുകൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രം ഞാൻ പറക്കി ഒതുക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പം നമ്മൾ തന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടിട്ടിട്ട് ആവുന്നതാണ്. ഇതൊക്കെ എൻ്റെ മരുന്നുകളാണല്ലോ, അപ്പം ആരെയും കുറ്റം പറയാൻ പറ്റില്ല, എന്നെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാനാണ് ഇതിങ്ങനെ ആക്കിയിട്ട്. അപ്പം ഇതൊക്കെ ഇനി പറക്കിയെടുത്ത് വെക്കണം. ഡേറ്റ്സ് ഒക്കെ ഇവിടെ ഇരുന്നാലേ പോവുള്ളൂ.
ഇനി എൻ്റെ ഇരിപ്പിട സ്ഥലങ്ങൾ വൃത്തിയാക്കണം. മീഷോയിൽ നിന്ന് വന്നിട്ടുള്ള പാഴ്സലാണ്. അത് ഇതുവരെ ഞാൻ എടുത്തതുമില്ല, പൊട്ടിച്ചതുമില്ല. ഓക്കെ, ഇത് ഞാൻ എന്തോ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അതും ഇതൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതും ഞാൻ തൊട്ടില്ല. ഇനി നമ്മളെ ഡയറ്റ് ചാർട്ട് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഞാൻ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുക, കാണണമല്ലോ, അതുകൊണ്ട്. ഇത് മീഷോയിൽ നിന്ന് പാഴ്സലാണ്, പൊട്ടിക്കാണ്ട് ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് പറക്കി വയ്ക്കാം. എനിക്കപ്പോൾ എന്തായാലും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തോട്ട് പോകണം. അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിക്കണം. ചോറ് കുറച്ചെടുത്ത് കൂടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ മോരുകറിയും പിന്നെ പയർ ഉപ്പേരി ആ സാധനമാണ് എടുക്കുന്നത്. മീൻകറി പോകത്തില്ല. പയറുപ്പേരി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ലഞ്ച്. അല്ല, ഒരു കാര്യം കൊണ്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട മാങ്ങാച്ചാറ് കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ആഹാ, കലാസായിട്ടുണ്ട് മാങ്ങാച്ചാർ. അപ്പോൾ ഇതാണ് ലഞ്ച്. ഓക്കെ, ഇനി പെട്ടെന്ന് ലഞ്ച് കഴിച്ചിട്ട് പോകണം. അതുകൊണ്ട് വേറെ ഒതുക്കൽ പറക്കലൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ. കുഴപ്പമില്ല. അപ്പം നമുക്ക് തുണി വിരിക്കാം. എനിക്ക് നല്ല മടിയുള്ള കാര്യമാണ് എന്താ തുണി വിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഡ്രസ്സ് തീർന്ന് വരുമ്പോൾ അയ്യോ തുണി കഴുകിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും തുണി കഴുകുന്നത്. കയ്യോടെ ഇപ്പം പറക്കി വിരിച്ചു കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞല്ലോ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ അവിടെ ഇവിടെ ഇട്ടിരിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ പോവാം. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏകദേശം 2 മണി ആയിട്ടുണ്ട്. അതുകൊണ്ട് സമയമില്ല, പെട്ടെന്ന് റെഡിയാവണം. പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമല്ലോ. സോ ഡ്രസ്സ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇടാം. അപ്പോൾ റെഡി ആയിട്ട് വരാം. ഇനിയൊന്ന് പെട്ടെന്ന് റെഡി ആവണം. എൻ്റെ ചട്ടിയിൽ മേടിക്കാൻ കല്ല് ചട്ടിയിൽ വെക്കാൻ കല്ല് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇനി അത് സെറ്റ് ചെയ്യണം. നമ്മൾ മറ്റേ റിവ്യൂ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് നമ്മുടെ ഏരിയയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതായിരുന്നു. ഇതാണ് ആ ഏരിയ. ഇപ്പോഴത്തെ ഏരിയയുടെ കോലം ദേ ഇങ്ങനെയാണ്. പക്ഷെ പേടിക്കണ്ട, ഞാൻ ഉടനെ തന്നെ ഇതെല്ലാം റീസെറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു ലോഡ് കവറുകളുണ്ട്. നമ്മളെപ്പോൾ സാധനം വാങ്ങിക്കാൻ പോയാലും കവർ എടുക്കാൻ മറക്കും. അതുകൊണ്ട് തന്നെ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ പിന്നെയും കവർ വാങ്ങിച്ചു കൂട്ടും. ഇനിയെങ്കിലും മറക്കാതെ എടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇതാണ് എൻ്റെ ചട്ടിയും സ്പോട്ട് ഏരിയാസും. ഇവിടെ അത്യാവശ്യം നല്ല വെട്ടം ഇങ്ങനെ കിട്ടും കേട്ടോ. ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ജനൽ വരുന്നത്. സോ നല്ല വെട്ടം കിട്ടും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എല്ലാം മെല്ലെ മെല്ലെ മറ്റേ സ്ലോ മോഡിൽ നടക്കത്തുള്ളൂ. വേണ്ട സാധനങ്ങൾ, സൺസ്ക്രീൻ. കാര്യം നമ്മൾ വെയിലത്തോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് നല്ല പണി കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക. സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് മേക്കപ്പ്, അയ്യോ ഒരുപാട്
ഒന്നുമില്ല, ജസ്റ്റ് ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാം. ഞാൻ സത്യത്തിൽ ഇവിടെ അടുത്ത് തന്നെയാണ് പോകുന്നത്, അതുകൊണ്ട് ഇത് ഒരുങ്ങാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോഴത്തെ ഒരു ഫീൽ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രഷ് അല്ലാത്തൊരു ലുക്ക് പോലെ തോന്നും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരുങ്ങി പോകാമെന്ന് വിചാരിച്ചത്. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നിൽക്കുന്ന കൊല്ലത്ത് വെളിയിലോട്ട് ഇറങ്ങി പോവാം. പക്ഷെ ഇവിടേക്ക് അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താ ആൾക്കാർ വിചാരിക്കുക? അപ്പം പെട്ടെന്നൊന്ന് ഒരുങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. സെറ്റ് മതി. ഇനി എൻ്റെ ഈ ചപ്രാച്ചി മുടി അതും കൂടി ഒന്ന് കെട്ടിക്കൊടുക്കണം. കെട്ടാൻ വേണ്ടി ഒന്നുമില്ല, എല്ലാം പോയി. ഇവിടെ വന്ന് വെള്ളത്തിൽ കുളിച്ച് എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നു. പിന്നെ എൻ്റെ മടീൻ്റെ ഒരു ഇത് കാരണം എനിക്ക് പിന്നെ ഹെയർ കെയർ ചെയ്യണമെന്നോ ഒന്നുമില്ല. ഇതൊക്കെ ഒന്ന് റൂട്ടീനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ഒതുങ്ങി. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വരാം. സോ ബൈ ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.